അപ്പോൾ നമുക്കിന്ന് GM ബ്രൂവറീസ് ലിമിറ്റഡിൻ്റെ ചാർട്ട് ബ്രേക്കിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ചാർട്ട് ഞാൻ ജസ്റ്റ് നേരത്തെ തന്നെ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഒരു സമയം ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട്. ഇത് സിമ്പിളായിട്ടുള്ളൊരു ചാർട്ട്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അറിയാം, ഇതാ ഇവിടെ 99 മുതൽ മുകളിലോട്ട് വന്നേക്കുന്ന ഒരു ചാർട്ട് ഓവറോൾ അപ്പുറം നമുക്ക് ഒറ്റ ഓട്ടത്തിൽ കാണുമ്പോൾ അറിയാമല്ലോ. പിന്നെ നമ്മളിവിടെ സപ്പോർട്ട്, ഇവിടെ റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ട് ഇവിടെ ഇങ്ങനൊരു റെസിസ്റ്റൻസ് കൂടെ നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിം എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതറിയാം, സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത് എന്നുള്ളതിന്. താഴോട്ട് വന്നു, മുകളിലോട്ട് പോയി, താഴോട്ട് വന്നു, മുകളിലോട്ട് പോയി, അങ്ങനത്തെ ഒരു സപ്പോർട്ട് തന്നെ എടുത്തേക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ പല ഏരിയകളും നമുക്കിത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പല എൻട്രികളും നമുക്കിതിനകത്തുണ്ടായിരുന്നു. ഒന്നാമത്തെ കരുതാണ്ട് ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്തതെങ്കിൽ മുകളിലോട്ടൊരു എൻട്രി ഉണ്ട്. പിന്നെ താണ്ട് ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി കണ്ടെത്താം. പിന്നെ നമ്മൾ അടുത്ത ഇവിടെ റീസെൻ്റ്ലി ഉള്ള താണ്ട് ഇവിടെ അത് ബ്രേക്ക് ചെയ്തോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കിയേ. സെയിം പാറ്റേൺ റിപ്പീറ്റ് വന്നതാണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം, കണ്ടറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷെയറിനകത്ത് ഇങ്ങനെ ഒരു വ്യൂ കിട്ടുവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം. അത് ചാടിക്കറി വാങ്ങിക്കാനും ഫുൾ പൈസ ഇടാനും അല്ല പറയുന്നത്. നിങ്ങൾക്കൊരു വ്യൂ കിട്ടിയാൽ മാത്രം, അല്ലാതെ എവിടെയോ ഇരുന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എൻട്രി എടുക്കാൻ പാടില്ല. അപ്പം വീഡിയോ പുതിയതായിട്ട് കാണുന്നവർ ചാർട്ട് ബ്രേക്കിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ബേസിക്സ് ഓഫ് ട്രേഡിംഗ് കണ്ടു നോക്കുക. അത് കാണേണ്ട രീതി എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്സ് ഓഫ് ട്രേഡിംഗ് പ്ലേലിസ്റ്റ് എടുക്കുക. നമ്മുടെ ചാനലിൽ താഴേന്ന് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ചാർട്ട് ബ്രേക്കിങ്ങിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു വ്യൂ കിട്ടും. പിന്നെ വാച്ച് ലിസ്റ്റിന് ആഡ് ചെയ്യാൻ പറ്റുന്ന ഷെയറുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. അപ്പം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് വരച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും വരത്തില്ല. നഷ്ടം വരത്തില്ല എന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്താൽ നഷ്ടം വരും, വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ നഷ്ടമൊന്നും വരത്തില്ല. പുതിയ കാര്യങ്ങൾ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഷെയർ താഴേന്ന് വാങ്ങിച്ചവരൊക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഈ ഒരു ഏരിയ എന്നൊക്കെ താഴേന്ന് വാങ്ങിച്ചവർക്കൊക്കെ ഇപ്പോഴും പ്രോഫിറ്റാണ്. ആരും വിറ്റ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ലൈൻ, ഈ താഴത്തെ ഈ ഒരു ഗ്രീൻ ലൈൻ, ഈ കാണുന്ന ഒരു ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രം ഒന്ന് അലേർട്ടാകുക. പിന്നെ പറയാനുള്ള കാര്യം, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോലെ ഇവിടെ നല്ലൊരു വോളിയം വന്നിട്ടുണ്ട്. ഈ ഒരു വീക്കിലി ടൈം ഫ്രെയിമിൽ വോളിയം വന്നിട്ടുണ്ട്. ഒരു റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് വന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ താഴോട്ട് കളിച്ചിട്ട് ചിലപ്പോൾ മുകളിലോട്ട് തന്നെ പോകാനുള്ളൊരു ചാൻസാണ് വരുന്നത്. അപ്പോൾ മുകളിലോട്ട് പോയാൽ നല്ലൊരു പൊട്ടൻഷ്യലോടുകൂടി തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഒരിക്കലും ഒരു ഷെയറിലും എല്ലാ പൈസയും കൂടി ഇടാതിരിക്കുക. സ്പ്ലിറ്റ് ചെയ്ത് ഷെയറിനകത്ത് ആഡ് ചെയ്യുക. അപ്പം അത്രയ്ക്കുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്കൊരു വ്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാണുക. പിന്നെ അസൈൻമെൻറ്റ് പോലെ നിങ്ങൾ ജസ്റ്റ് സ്വയം ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു എൻട്രി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ചിലപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം വരച്ചാൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചില റെസിസ്റ്റൻസുകൾ ചിലപ്പോൾ ഒരു ചെറിയ പാറ്റേൺസൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇതുവരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക, മടിച്ചിരിക്കാതെ വരച്ച് നോക്കുക. ലോങ് ടൈമിൽ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയ ലോസ് എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് ലോസ് ലിമിറ്റ് ചെയ്യുക, റിസ്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, ക്യാപിറ്റൽ എപ്പോഴും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വലിയ സീനില്ലാതെ വരും. അതായത് ഒറ്റ ഷെയർ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ പൈസയും കൊണ്ട് നിങ്ങളുടെ പോകത്തില്ല. മനസ്സിലായോ? അപ്പം ഈ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ, ഒരുപാട് വലിച്ച് നീട്ടുന്നില്ല. അപ്പം ഞാൻ നടുക്കോട്ട് ഇങ്ങനെ വെച്ച് തരാം ഒരു 2 സെക്കൻഡത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വരച്ച് നോക്കുമോ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അത്രയ്ക്കേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം.